ഇത്തരം മേഖലകളിലുള്ള സഹായ ധനം അല്ലെങ്കിൽ സഹായ നടപടികൾക്ക് കൂടുതൽ വേഗം പകരുന്നതുമാണ്. എന്തായാലും കേന്ദ്രമന്ത്രി ഇപ്പോൾ കാറിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥലങ്ങൾ ഇപ്പോൾ നടന്ന് കാണുന്നതിനായി നീങ്ങുന്ന ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. തീർച്ചയായും മനീഷാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ കാറിൽ നിന്നിറങ്ങി ആ ദുരന്ത ഭൂമിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ് ലക്ഷ്യം. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്ന മനുഷ്യരാണ്. വലിയൊരു ദുരന്തം കണ്ട് പകച്ചു നിൽക്കുന്ന മനുഷ്യരാണ്. ഉറ്റവരെയും ഒരു ജീവിതത്തിന്റെ ആകെ സമ്പാദ്യവും നഷ്ടപ്പെട്ട മനുഷ്യന്മാരാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവർക്ക് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും ഒക്കെ അവിടേക്ക് എത്തുമ്പോൾ അത് വലിയ ആശ്വാസം തന്നെയാണ്. സ്വാഭാവികമായും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എന്നുകൂടി അറിയുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്ന കാര്യം കൂടിയാണത്. ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തനം അത് ഏത് തരത്തിൽ നടത്തണമെന്നുള്ള ഏകോപനം, അതിന് കൃത്യമായ ഒരു ഗൈഡ് ലൈനും ഒക്കെ നേരത്തെ ഉണ്ടെങ്കിൽ പോലും അത് നിരീക്ഷിക്കുന്നു, കൃത്യമായി വിലയിരുത്തുന്നു. അത്തരത്തിലൊരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പക്ഷേ വലിയ ആശ്വാസമാകും. അതൊക്കെയും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ അത്തരത്തിൽ അവർക്ക് ആശ്വാസം പകരുന്നത് തന്നെ ആകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു ദുരന്ത ഭൂവിൽ കൂടി ഇപ്പോൾ നടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല. അതിന് പ്രത്യേകമായ ഒരുക്കങ്ങളൊക്കെ തന്നെയും വേണം. ആ ബൂട്ട് ധരിച്ചുകൊണ്ട് മാത്രമേ അവിടെ കൂടി നടക്കാൻ കഴിയുകയുള്ളൂ. വലിയ തോതിൽ ചെളിയും മണ്ണും ഒക്കെ അടിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ ആർക്കാണെങ്കിലും നടക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അത്തരത്തിൽ നടന്നു നീങ്ങുകയാണ്. ഓരോ പ്രദേശങ്ങളായി സന്ദർശിക്കുക, അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുക, വിലയിരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അനീഷ, തുടരാം. തീർച്ചയായും സുരേഷ് ഗോപി ഇപ്പോൾ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടായ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണ് എന്ന് കൃത്യമായി ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹം ചോദിച്ചറിയുന്നു. നേരത്തെ നടൻ മോഹൻലാലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമാവുമെന്ന് തീർച്ചയായും നമുക്കറിയാം. നമ്മളിലടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കും. പക്ഷേ എന്നാൽ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വികാരം മറ്റൊന്നാണ്. നമ്മുടെ മനസ്സ് വേദനയാൽ നിറയുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. എന്തായാലും അത് ഈ തുടർ പ്രവർത്തനങ്ങളെ ഇത് നേരിട്ട് കണ്ടവർ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടിനെ, ഇവിടുത്തെ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയെ ജനങ്ങൾക്ക് ഭരണകൂടങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സഹായിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. എന്തായാലും അദ്ദേഹം വളരെ വേഗത്തിൽ ഈ ദുരന്ത ഭൂമിയിലൂടെ ഈ കാഴ്ചകൾ കണ്ട് എത്രമാത്രം നാശങ്ങൾ സംഭവിച്ചു എന്ന് വിലയിരുത്തി മുന്നോട്ട് നീങ്ങുകയാണ്. തീർച്ചയായും അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഭരണകൂടത്തിന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മന്ത്രിമാരൊക്കെ തന്നെയും അവിടെ നേരിട്ട് സന്ദർശനം നടത്തി വിലയിരുത്തേണ്ടത് തന്നെയുണ്ട്. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. കേന്ദ്രമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുമ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ടിങ്ങിലേക്ക് എത്തും, തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത കൂടി നമുക്ക് മുന്നിൽ കാണേണ്ടതുണ്ട്. അനീഷ, ഈ ദുരന്ത സ്ഥലമൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ക്യാമ്പുകൾ കൂടി സന്ദർശിച്ച് അവിടെയുള്ള ആളുകൾക്ക് കൂടി ആശ്വാസം പകരുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും നമ്മുടെ അദ്ദേഹം കാര്യങ്ങൾ ഈ പ്രഭവ വിവരങ്ങൾ മറിക്കുന്നതാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കുറച്ച് ഡൗൺ ചെയ്തിരുന്നു. കുഞ്ഞോട് മൊത്തം ഡൗൺ അല്ല, അത് കുഞ്ഞുകൊടുത്താൽ മതി. കേബിൾ കൂടി കയ്യെടു കേബിൾ കൂടി കുഞ്ഞോട്
ഈ വലിയ ദുരന്തം എങ്ങനെയുണ്ടായി, എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. സേനാംഗങ്ങളൊക്കെയും അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകുകയാണ്. ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം, ഉരുൾപൊട്ടിയതിന്റെ പ്രഭവ കേന്ദ്രം മുതൽ അത് എത്രത്തോളം വ്യാപ്തിയിലാണ് പിന്നീട് താഴേക്കുള്ള ഗ്രാമങ്ങളെയും ആളുകളെയും ഒക്കെ ബാധിച്ചുകൊണ്ട് പൊട്ടിയൊലിച്ചൊഴുകിയത് എന്നുള്ളത് അദ്ദേഹത്തിന് വിവരിച്ച് നൽകുകയാണ്. അവിടെ നേരിട്ടെത്തിയ ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. നേരത്തെ അദ്ദേഹം കൽപ്പറ്റയിലെത്തി ഇത്തരത്തിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്ന സംസ്ഥാന മന്ത്രിമാരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ അടക്കം സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് എത്തിയിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. നേരത്തെ സുഖമില്ലാതിരുന്നത് കൊണ്ടാണ് മുൻ ദിവസങ്ങളിലൊന്നും എത്താൻ കഴിയാതിരുന്നത്. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ഏകോപനത്തിനുള്ള ചുമതല നൽകിയിട്ടുണ്ടായിരുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്. അവിടേക്ക് ഇപ്പോൾ രണ്ടാമനായി അദ്ദേഹം എത്തുകയാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ഈ ദുരന്തത്തിന്റെ കൂടുതൽ വ്യാപ്തി മനസ്സിലാക്കുകയാണ്, പഠിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്തായാലും സേനാംഗങ്ങളുമായൊക്കെ സംസാരിക്കുകയാണ് അദ്ദേഹം, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.